ഹലോ എവ്രി വൺ, ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നാട്ടിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നും അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കുവൈറ്റ് എംഒഎസിലേക്ക് ജോലി ചെയ്യാൻ വരുന്ന ആളുകൾക്ക് എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾക്ക് നാട്ടിലത്തെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ മിക്കവാറും ബെറ്റർ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് കുവൈറ്റ് നിങ്ങളെ വെൽക്കം ചെയ്യാൻ പോകുന്നത്. എന്തായാലും ആദ്യത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷനാണ്. നാട്ടിൽ നമുക്കറിയാം, നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് നിന്ന് ഒരുപക്ഷെ നമ്മളുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്കൊക്കെ നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള ബസ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ട്രാൻസ്പോർട്ടേഷനൊക്കെ സ്വയം കണ്ടുപിടിച്ച് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. ഇവിടെയും മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നിന്നും നമ്മളെ കൊണ്ടുപോകാനായിട്ട്, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഹോസ്പിറ്റലിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ താമസിക്കുന്ന ആ ബിൽഡിങ്ങിൻ്റെ താഴെ നിന്ന് കഴിഞ്ഞാൽ അവർ ഒരുക്കിയിരിക്കുന്ന ബസ്സിൽ നമ്മൾക്ക് യാത്ര ചെയ്യാമെന്നുള്ളതാണ്. ഇനി പ്രൈവറ്റായിട്ട് പുറത്ത് താമസിക്കുന്ന ആളുകൾക്കാകട്ടെ, അവർക്ക് പോലും അവരുടെ സെയിം ബിൽഡിങ്ങിൽ വന്ന് നമ്മളെ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെ ബസ് പിടിക്കാനും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യുന്നവരുടെ കാര്യം വ്യത്യാസമാണ്. അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ് കുവൈറ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ നേഴ്സസിന് വളരെ സമയം എടുത്തുകൊണ്ട് തന്നെ, എന്ന് വെച്ചാൽ ബസ് പിടിക്കാനായിട്ട് നിങ്ങൾക്ക് 10 മിനിറ്റോ 15 മിനിറ്റോ നടക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല. നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ തൊട്ട് താഴെ നിന്നാൽ മതി, നമ്മൾക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾക്കറിയാം നാട്ടിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണെങ്കിലും നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് ഓരോ പേഷ്യൻറ്റും അവനവൻ തന്നെയാണ് അവരുടെ കൺസ്യൂമബിൾസിനും മെഡിസിൻസിനും പേ ചെയ്യുന്നത്. ഇവിടെ എന്താണ് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, ഇവിടുത്തെ കുവൈറ്റികളായിട്ടുള്ള പൗരന്മാർക്ക് കംപ്ലീറ്റ് മെഡിക്കൽ എല്ലാ ഫെസിലിറ്റിയും ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കൺസ്യൂമബിൾസിനോ മെഡിസിൻസിനോ യാതൊരു വിധമായിട്ടുള്ള ചാർജ് നമ്മൾ പേഷ്യൻറ്റിന് വേണ്ടി കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു നീഡിലെടുത്താൽ, രണ്ടാമതൊരു നീഡിലെടുക്കുമ്പോൾ പേഷ്യൻറ്റിൻ്റെ പേരിൽ ചാർജ് ചെയ്യുമല്ലോ എന്നുള്ള ഒരു പേടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ എക്സ്പേർട്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുവൈറ്റുകളല്ലാത്ത പേഷ്യൻസ് അവിടെ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഔട്ട് പേഷ്യൻ്റായിട്ട് വരികയാണെങ്കിൽ അവർക്കൊരു പർട്ടിക്കുലർ അവരുടെ റൂം റെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് ഉപയോഗിക്കുന്ന കൺസ്യൂമബിൾസിനോ മെഡിസിൻസിനോ പ്രത്യേകമായിട്ട് ചാർജ് ഒന്നുമില്ല. നാട്ടിൽ നമ്മൾ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ ഒരു ചെറിയ നീഡിലിന് പോലും നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരുമെന്നുള്ളത് വളരെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും പേഷ്യൻസിന് വേണ്ടി, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു പണ്ട് ജോലി ചെയ്തിരുന്ന സമയത്ത്, ഇപ്പോഴെങ്ങനെയാണ് സിറ്റുവേഷൻ എന്ന് അറിയില്ല, ഒരു IV കാനുലയ്ക്ക് തന്നെ എത്ര എക്സ്പെൻസീവാണ് നാട്ടിൽ. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം ഒരു പ്രിക്ക് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ആ സെയിം പേഷ്യൻ്റ് സെയിം ക്യാനുല വെച്ച് യൂസ് ചെയ്യാറുണ്ട്. ഇവിടെയൊക്കെ ഒരു പ്രിക്ക് കഴിഞ്ഞാൽ ആ ഒരു ക്യാനുല നമ്മൾ ഡിസ്പോസ് ചെയ്ത് അടുത്ത ക്യാനുല എടുക്കുകയാണ്. എന്ന് വെച്ച് നമ്മൾ മിനിസ്ട്രി ഓഫ് ഹെൽത്തിനോട് ജസ്റ്റിസ് കാണിക്കുന്നില്ല എന്നുള്ളതല്ല, പേഷ്യൻസിനോടും നമ്മൾ നീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നാട്ടിലെ പോലെ ഓട്ടോക്ലേവോ അല്ലെങ്കിൽ റീയൂസിങ്ങോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇവിടെ നമ്മൾക്ക് കൺസ്യൂമബിൾസ് നമ്മൾക്ക് വളരെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. കാരണം ഓരോ കുഞ്ഞു കാര്യത്തിന് പോലും പേഷ്യൻറ്റിന് ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ പേഷ്യൻ്റ് സൈഡും കൂടെ ചിന്തിക്കുന്നതുകൊണ്ട് കൺസ്യൂമബിൾസ് അല്ലെങ്കിൽ മെഡിസിൻസ് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റുകയില്ല വൺസ് പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ കൺസ്യൂമബിൾസിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ കൺട്രോൾഡ് ആയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ആ ഒരു കാര്യത്തിൽ വളരെ ഒരു ഫ്രീഡം തോന്നാൻ സാധ്യതയുണ്ട്. പിന്നെ ക്ലെൻലിനെസ്സിൻ്റെ കാര്യം, നാട്ടിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ കാര്യമല്ല, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളാണെങ്കിൽ തന്നെ ഹോസ്പിറ്റലിൻ്റെ പരിസരത്തേക്കൊക്കെ ചെല്ലുമ്പോൾ നമ്മൾക്കറിയാം ഒരു വല്ലാത്ത ഒരു ഗന്ധമൊക്കെ അനുഭവപ്പെടുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് പഴയ രീതിയിലുള്ള ഹോസ്പിറ്റലിൽ. പുതിയ രീതിയിൽ എക്സ്പെൻസീവായിട്ടുള്ള ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഏറ്റവും മോഡേൺ ടെക്നോളജിയൊക്കെ ഉള്ള ഹോസ്പിറ്റലിൽ സാഹചര്യം വ്യത്യാസമുണ്ട്, പുതിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉള്ളിടത്ത്. അല്ലാത്ത പഴയ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിൽ പ്രത്യേകിച്ച് വളരെ ഒരു വൃത്തിയില്ലാത്തൊരു അന്തരീക്ഷമാണ് പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നത്. പക്ഷേ കുവൈറ്റിലെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ഒരുപാട് പഴയ ബിൽഡിങ്ങുകളല്ലാതെ ഒരു പുതിയതും അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒരു പഴയതല്ലാത്ത ബിൽഡിങ്ങുകളൊക്കെ ഏറ്റവും നല്ല വൃത്തിയായിട്ടാണ് അവർ, ഈവൻ പഴയ ഹോസ്പിറ്റൽസ് ആണെങ്കിൽ പോലും ക്ലെൻലിനെസ്സിൻ്റെ കാര്യത്തിൽ ഹോസ്പിറ്റലിൻ്റെ പരിസര പ്രദേശമാണോ എന്ന് പോലും തോന്നാത്ത രീതിയിൽ അത്രയ്ക്കും വൃത്തിയായിട്ട് ഇവിടെ ഒരുപാട് മാൻ പവർ സപ്ലൈ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ജോലിക്ക് വേണ്ടി ക്ലീനറായിട്ടും പോർട്ടേഴ്സായിട്ടും ഒരുപാട് ആളുകളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ ക്ലെൻലിനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾക്ക് വളരെ വ്യത്യാസം തോന്നുമെന്നുള്ളത് ഒരു ഫാക്റ്റാണ്. പിന്നെ ഒരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇവിടെ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പല മെഡിസിൻസും ഇവിടെ കൺട്രോൾ ഡ്രഗ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ കബോർഡിൽ പോലും നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന
അല്ലെങ്കിൽ നാട്ടിൽ നമുക്ക് സുലഭമായിട്ട് അല്ലെങ്കിൽ ഓവർ ദ കൗണ്ടർ അല്ലെങ്കിൽ നമ്മൾക്ക് കൺട്രോൾ ഡ്രഗ്സ് അല്ലാത്ത മെഡിസിൻസ് നമ്മൾക്ക് സൂക്ഷിക്കുകയാണെങ്കിൽ അതിന് പോലും നമ്മൾ ആൻസറബിളാണ്, ലീഗൽ ഇൻവെസ്റ്റിഗേഷനൊക്കെ പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് പല മെഡിസിൻസും ഇവിടെ ഏതൊക്കെയാണ് കൺട്രോൾ ഡ്രഗ്സ്, നാർക്കോട്ടിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ധാരണയുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾക്ക് ഇൻവെസ്റ്റിഗേഷന് പോകേണ്ടി വരും. അങ്ങനത്തെ ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിയമപ്രകാരം നേരിടേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ പല വ്യത്യാസങ്ങൾ മെഡിസിൻസ് നാട്ടിൽ പക്ഷേ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല ഡ്രഗ്സും ഇവിടെ അണ്ടർ ലോക്കിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊരു പരിചയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇതൊക്കെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗാണല്ലോ എന്ന്, പക്ഷേ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ അവിടെയും ഉണ്ടായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നാട്ടിലേക്കാളും എന്തായാലും നമ്മളോടൊരു റെസ്പെക്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും പലർക്കും എതിരഭിപ്രായം ഉണ്ടായിരിക്കാം. നാട്ടിൽ പോലും മലയാളികളായിട്ടുള്ള നേഴ്സസ് നമുക്കറിയാം, നാട്ടിൽ ജോലി ചെയ്യുമ്പോൾ അവർക്ക് അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡറിനോ ഇഷ്ടപ്പെടാത്തതായിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഓക്കെ അല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾക്കാണെങ്കിൽ അവർ ഹോസ്പിറ്റലിനെതിരെ പോലും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അടിച്ചു പൊളിക്കുക, സമരം ചെയ്യുക, അങ്ങനെയുള്ള പല കാര്യങ്ങൾ പോലും അവർ യാഥാർത്ഥ്യം അറിയാണ്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവിടെ അങ്ങനെ സമരമുറകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ നമ്മൾ വളരെ റെസ്പോൺസിബിളാണ് പേഷ്യൻസിനോട്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലീഗൽ ഇൻവെസ്റ്റിഗേഷനും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് ഏത് നാഷണാലിറ്റി ആയിക്കോട്ടെ എല്ലാവരോടും നമ്മൾ ഇടപെടുമ്പോൾ വളരെ പ്രൊഫഷണലായിട്ട് ജോലി ചെയ്യുവാനായിട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ എങ്കിൽ പോലും പൊതുവെ മറ്റ് രാജ്യക്കാരേക്കാൾ ഉപരി ഇന്ത്യയിൽ നിന്നുള്ള നേഴ്സസിനോട് ഇവിടുത്തെ പൗരന്മാർക്ക് ഒരു റെസ്പെക്റ്റ് ഉള്ളതായിട്ടാണ് എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. കാരണം പലപ്പോഴും ഇന്ത്യൻ നേഴ്സസ് ഉണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ അവരെ എനിക്ക് വേണ്ടി അസൈൻമെൻറ്റ് ഇട്ടാൽ മതി എന്നുള്ള ഡിമാൻഡ് പലപ്പോഴും പേഷ്യൻസ് പറയുന്നതായിട്ട് കേൾക്കാറുണ്ട്. പ്രത്യേകിച്ചും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഹാർട്ട് എല്ലാ പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള നേഴ്സസിനുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പേഷ്യൻസ് ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളൊരു വാസ്തവമാണ്. പിന്നെ നാട്ടിൽ നമ്മൾക്ക് ഒരു പക്ഷേ നമ്മളുടെ ജോലിക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു പുരസ്കാരമോ അങ്ങനെയൊക്കെ കിട്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോലും കുവൈറ്റിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല നടക്കുന്നത്. എല്ലാം ത്രൂ പ്രോപ്പർ ചാനൽ എന്തൊക്കെയാണ് നമ്മളുടെ ഗ്രേഡിംഗ് സിസ്റ്റം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾക്കതനുസരിച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ആ രീതിയിലുള്ളൊരു ചേഞ്ചസ് നിങ്ങൾക്ക് തോന്നിയേക്കാം. പിന്നെ നമ്മളുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ പല വീഡിയോയിലും പറയാറുള്ളത് പോലെ ആളുകൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ചിലർക്കെങ്കിലും ചില ദുരനുഭവങ്ങൾ ഇവിടുന്ന് പോയ ആളുകൾക്ക് നേരിട്ടിട്ടുണ്ടായിരിക്കാം. അതിനെക്കുറിച്ചൊക്കെ പലപ്പോഴും എൻ്റെ വീഡിയോയുടെ താഴെയൊക്കെ അവർ കമൻറ്റ് ചെയ്യാറുണ്ട്. എന്നെ സംബന്ധിച്ച് സോ ഫാർ സോ ഗുഡ് എന്നുള്ളതല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. കാരണം ഞാൻ നാട്ടിൽ ഫോർട്ടീസ് ഹോസ്പിറ്റൽ അതുപോലെ അപ്പോളോ ഹോസ്പിറ്റൽ ഡൽഹി ഇവിടെ എല്ലാം ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് വളരെ കംഫർട്ടബിളായിട്ടും ബെറ്ററായിട്ടുമാണ് കുവൈറ്റിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പലർക്കും പല അനുഭവങ്ങളാണ് ഈ പറഞ്ഞതുപോലെ തന്നെ. പക്ഷെ നിങ്ങൾക്ക് വളരെ ഒരു ഫ്രീഡം ഓഫ് ഈ പറഞ്ഞ പോലെ യൂസിങ് യുവർ കൺസ്യൂമബിൾസ്, മെഡിസിൻസ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ, നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഈസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഇങ്ങോട്ട് വരാനിരിക്കുന്ന എല്ലാവർക്കും ഒരു ഹാർട്ടി വെൽക്കം. നിങ്ങൾ തീർച്ചയായിട്ടും കുവൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.